ചൂട് എങ്ങനെയുണ്ട്? ഏതായാലും ജൂൺ വരെ കടുത്ത ചൂടായിരിക്കും. രാജ്യത്ത് ചൂട് കൂടുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ഭൗമ മന്ത്രാലയം രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വേണ്ട മുൻകരുതലുകൾ സജ്ജമാക്കിയെന്ന് ഭൗമശാസ്ത്ര മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് കടുത്ത ചൂട് അനുഭവപ്പെടുക. വിവിധയിടങ്ങളിൽ 10 മുതൽ 20 വരെ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ ഹിമാചൽ മേഖല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കൻ ഒഡീഷ എന്നിവിടങ്ങളിലും താപനില ഉയരും. ഗുജറാത്ത്, മധ്യ മഹാരാഷ്ട്ര, വടക്കൻ കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഒഡീഷ, വടക്കൻ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗം കാര്യമായി ബാധിക്കുക. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലാകുന്ന സമയത്താണ് അത്യുഷ്ണകാലം എന്ന പ്രത്യേകതയുമുണ്ട്. 7 ഘട്ട ലോക്സഭാ വോട്ടെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ്. സാധാരണ 6 മുതൽ 8 ദിവസമാണ് ഉഷ്ണതരംഗ സാധ്യതയുള്ളതെങ്കിലും ഈ വർഷം 10 മുതൽ 20 ദിവസമായി ഉയർന്നേക്കാം എന്നതിൽ എൽനിനോ പ്രതിഭാസം കാരണമാണ്. മഴക്കാലത്തിന്റെ രണ്ടാം പകുതിയിൽ എൽനിനോ സാഹചര്യം എത്തുമെന്നതിനാൽ മഴക്കാലം തീവ്രമാകാൻ സാധ്യതയുണ്ട്. അത്യുഷ്ണ ദിനങ്ങൾ കൂടുതൽ ഉള്ള ഏപ്രിൽ വേനൽ മഴയിൽ കുറവുണ്ടാകില്ല. രാജ്യത്ത് അത്യുഷ്ണ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗോതമ്പ് ഉൽപാദനത്തിൽ കുറവുണ്ടാകില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം മധ്യവടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭ്യമാകുന്നുവെന്നും മുന്നറിയിപ്പുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചിരുന്നു. എറണാകുളം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മഴ പ്രവചിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കള്ളക്കടൽ പ്രതിഭാസം ഇന്നുകൂടി തുടരുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപിലും 2024 മാർച്ച് 31 രാവിലെയാണ് ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത്. അടുത്ത 2 ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും മെല്ലെ ഇവ ദുർബലമാകുവാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കള്ളക്കടൽ അഥവാ സ്വെൽ സർജ് അലേർട്ട് 2024 ഏപ്രിൽ 2 വരെ തുടരാൻ സാധ്യതയുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 2024 മാർച്ച് 23 ഇന്ത്യൻ തീരത്ത് നിന്ന് 10,000 കിലോമീറ്റർ അകലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും മാർച്ച് 25 ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയുണ്ടായി. ഇതിന്റെ ഫലമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 11 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്യുകയുണ്ടായി. കള്ളക്കടൽ എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്തായി ചില പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ കാറ്റിന്റെ ഫലമായി ഉയർന്ന തിരകൾ ഉണ്ടാകുന്നതാണ്. ഇവ വടക്കോട്ട് സഞ്ചരിച്ച ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളിൽ എത്തുകയും ചെയ്യും. ഈ തിരകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ലക്ഷണങ്ങൾ കാണിക്കാതെ തിരകൾ പെട്ടെന്ന് വരുന്നത് കൊണ്ടാണ് ഇവയെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. ഈ തിരകൾ മൂലം തീരപ്രദേശങ്ങളിൽ കടൽ ഉൾവലിയുന്നതും കയറുന്നതിനും കാരണമാകാറുണ്ട്. അതേസമയം സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 5 വരെ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.